ഛത്തീസ്ഗഡിൽ ദളിത് യുവാവിനെ മരത്തിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നു. റായ്ഗഡ് ജില്ലയിലാണ് ക്രൂര കൊലപാതകം നടന്നത്. അരി മോഷ്ടിച്ചെന്നാരോപിച്ചാണ് യുവാവിനെ കൊലപ്പെടുത്തിയത്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, ദാരുണ സംഭവം, വിശദാംശങ്ങൾ. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ ദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. തല്ലി കൊലപ്പെടുത്തിയതാണ് ഇയാളെ. 50 വയസ്സുള്ള ബുദ്ധു ആണ് ഈ ആക്രമണത്തിൽ മരിച്ചത്. ഇയാൾ രാത്രി 2 മണിയോടുകൂടി അരി മോഷ്ടിക്കാനായി വീട്ടിലേക്ക് എത്തിയെന്നുള്ളതാണ് ആരോപണം. വീരേന്ദ്ര സദാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 2 മണിയോടുകൂടിയാണ് ഇയാൾ എത്തുന്നത്. ഈ രാത്രി അവിടെ എത്തി ശബ്ദം കേട്ടതിനെ തുടർന്നാണ് ഈ വീരേന്ദ്ര സദാർ ഉണരുന്നത്. നോക്കിയപ്പോൾ ബുട്ടു ഈ അരി മോഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് അയാൾ സമീപത്തുള്ള 2 ആളുകളെ കൂടി ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അജയ്, ഒപ്പം തന്നെ അജയ് പ്രതാപൻ, ഒപ്പം അശോക് പ്രതാപൻ എന്നിങ്ങനെ 2 പേർ കൂടി ഇയാളുടെ വീട്ടിലേക്ക് വരുന്നു. തുടർന്ന് ഇവർ 3 പേരും കൂടി ഈ ദളിത് യുവാവായ ബുട്ടുവിനെ അവിടത്തെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ശേഷം ഇവർ രാവിലെ 6 മണിയോടുകൂടി പോലീസിനെ വിവരം അറിയിക്കുന്നു. പക്ഷേ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയപ്പോഴേക്കും തന്നെ ഇയാൾ മരിച്ചു കഴിഞ്ഞിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് പറയുന്നത് ക്രൂരമായിട്ട് മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മുള കഷ്ണങ്ങളും വടികളും കൊണ്ടാണ് ഈ ബുട്ടുവിനെ ഈ മൂവർ സംഘം ആക്രമിച്ചതെന്നും പറയുന്നുണ്ട്. സംഭവത്തിൽ ഇവരെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മർദ്ദനത്തിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആരോപിച്ചാണ് ഛത്തീസ്ഗഡിൽ ദളിത് യുവാവിനെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊന്നത്.